രാഹുൽ വിവാഹം കഴിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം തനിക്ക് നൽകിയതായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ തന്റെ വീട്ടിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈ അതിജീവിതയോട് കൂടുതൽ അടുക്കുകയും അത്തരത്തിലൊരു കാര്യത്തിൽ ഹോട്ടലിൽ മുറിയെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്തത്. എന്നാൽ ഇതിന് പിന്നാലെ ഇത്തരത്തിൽ താൻ ഗർഭിണിയാണ് എന്നുള്ള വിവരം അറിയിക്കുമ്പോൾ അത് തന്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുകയും തുടർന്ന് അതിജീവിത നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ഒരു ക്രൂരതയായിരുന്നു. ഒരു മനുഷ്യരൊരിക്കലും മറ്റൊരു മനുഷ്യനോട് കാണിക്കാൻ കഴിയാത്ത രീതിയിൽ ശാരീരികമായി ഉപദ്രവിക്കുന്നു, മാത്രമല്ല ശരീരത്തിൽ തുപ്പുന്നു മുതലായ കാര്യങ്ങളൊക്കെയാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ പണം വാങ്ങുന്നു, ചെരുപ്പ് വാങ്ങുന്നതിന് വേണ്ടി മറ്റുമൊക്കെ 10,000 രൂപ വാങ്ങുന്നു, തുണിത്തരങ്ങൾക്ക് വേണ്ടി പണം വാങ്ങുന്നു. ഇതെല്ലാം ലിജോ റോളൻസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ലിജോ, ഇപ്പോൾ രാഹുലിന്റെ അഭിഭാഷകൻ നേരത്തെ പറയുകയുണ്ടായി നാളെ ഹൈക്കോടതിയെ സമീപിക്കും. അപ്പോൾ ഇപ്പോൾ ജയിലിൽ എത്തിച്ച ശേഷം ചോദ്യം ചെയ്യലിന്റെ മറ്റുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ രാഹുലിന്റെ അഭിഭാഷകൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ ഹൈക്കോടതിയിൽ സമീപിക്കാനിരിക്കുകയാണ്. രാഹുലിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എന്തെല്ലാമായിരിക്കാം? പറഞ്ഞത് നാളെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നല്ല, മറിച്ച് അത് സ്വാഭാവികമായും തിരുവല്ല കോടതിക്ക് മുന്നിലായിരിക്കും ഈ ഒരു കേസിന്റെ കാര്യങ്ങൾ വരിക. അതിന്റെ ഒരു വിചാരണ കോടതി എന്ന് പറയുന്നത് തിരുവല്ല കോടതിയായിരിക്കും. അവിടെ ആയിരിക്കും ഈ അഭിഭാഷകർക്ക് പോലും സമീപിക്കാൻ കഴിയുക. അവിടെ എത്തിയതിനു ശേഷം ഇത്തരത്തിൽ അവിടെ എത്തുക, അവിടെ ജാമ്യ ഹർജി ഫയൽ ചെയ്യുക. ഇന്ന് തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ വാദം കേൾക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെയും നാളെ ആയിരിക്കും. നാളെ ആ കാര്യങ്ങളിലേക്ക് കടക്കും. ഒരുപക്ഷെ നാളെ കൃത്യമായി ആ ഒരു ജാമ്യ ഹർജി വിധി പറയണമെന്നൊന്നുമില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ അന്വേഷണ സംഘം രാഹുലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയും സമർപ്പിക്കും. ആ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും കസ്റ്റഡിയിൽ കൊടുക്കുകയാൽ കസ്റ്റഡിയൽ ഇന്റർഗേഷനിലായിരിക്കും കൃത്യമായ വിവരങ്ങൾ, കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യലിലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിയുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കേസിന്റെ മുന്നോട്ടുള്ള ഒരു പോക്കും. അതേസമയത്ത് തന്നെ ആ അതിജീവിത ഇന്നോ നാളെയോ തന്നെ എത്തി രഹസ്യമൊഴി നൽകുമെന്നുള്ളൊരു കാര്യവും പോലീസ് വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ മാവേലിക്കര ജയിലിന് മുന്നിൽ നിന്ന് ഫൈസൽ അസീസ് കൂടെ ചേരുകയാണ്. ഫൈസൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്കൊക്കെ എത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. അതായത് രാഹുലിനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ പോലീസിനെ അടക്കം ആശങ്കയിലാക്കിയ തരത്തിലുള്ള ജനത്തിരക്കും അതുപോലെ പ്രതിഷേധങ്ങളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും യുവമോർച്ചയും എല്ലാം പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജയിലിൽ എത്തിച്ചപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നോ? ഇപ്പോൾ അവിടെ ആളുകളുണ്ടോ? എന്താണ് സാഹചര്യം? നിലവിൽ ഇവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടങ്ങൾ ഒന്നുമില്ല, പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒന്നും നിലവിലില്ല. ഏതായാലും പോലീസ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തെ ജയിലിലെത്തിയതിനു ശേഷമാണ് പോലീസ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. നേരത്തെ മെഡിക്കൽ സംഘം ഉൾപ്പെടെയുള്ളവർ ജയിലിനകത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിശോധിക്കുന്നതിനും മറ്റുമായി മെഡിക്കൽ സംഘം ജയിലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരും ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തതിനു ശേഷം അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നപ്പോഴും ഉണ്ടായിരുന്നു. ഏകദേശം 2:30 രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ജയിലിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഒരു ജയിലിനകത്ത് ജയിലിന് സമീപത്തായി ഉണ്ടായിരുന്നു, ജയിലിന് പുറത്തുമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം യുവമോർച്ച ഉൾപ്പെടെയുള്ള പ്രവർത്തകരും ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വൈദ്യുതി സംഘം അപ്പോൾ ഏതായാലും ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഒന്നുമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സബ് ജയിലിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും മെഡിക്കൽ സംഘം ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോഗ്യ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ പോലീസ് ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുരക്ഷയ്ക്കും മറ്റുമായി ജയിലിനകത്തേക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഫൈസൽ, ഇനി എന്തൊക്കെയായിരിക്കും ഈ ചോദ്യം ചെയ്യലിന്റെ തുടർ നടപടികളിൽ? ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ തുടങ്ങുമോ, അല്ലെങ്കിൽ നാളെ ആയിരിക്കുമോ നടപടികൾ ബാക്കിയുണ്ടാവുക?
ഇപ്പോൾ 14 ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തെ താൽക്കാലികമായി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി പോലീസിന്റെ കസ്റ്റഡിയിലൊക്കെ വാങ്ങിയ ശേഷമായിരിക്കും ചോദ്യം ചെയ്യുക. ഏതായാലും ഇന്ന് പത്തനംതിട്ട സ്വദേശിയുടെ പേരിലാണ് ഏറ്റവും പുതിയ കഴിഞ്ഞ 2 പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ പാലക്കാട് വീണ്ടും സജീവമാകുന്നത്. ഇന്നലെ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ അതിന്റെ ഫോട്ടോസൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് KPM ഹോട്ടലിലെത്തി ഇന്നലെ രാത്രിയോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട സ്വദേശിനിയുടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് നേരെ പത്തനംതിട്ടയിൽ എത്തിച്ചതിനു ശേഷം എയർ ക്യാമ്പിലായിരുന്നു കേസ് അന്വേഷിക്കുന്ന ജി പൂങ്കൊഴിയുടെ നേതൃത്വത്തിൽ എയർ ക്യാമ്പിലായിരുന്നു ചോദ്യം ചെയ്യലുണ്ടായിരുന്നത്. അതിനുശേഷം ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് മാവേലിക്കര ഈ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതായാലും വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് റിമാൻഡ് ചെയ്തിരുന്നത്. എന്നാലും എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് നേരത്തെ തന്നെ ഡോക്ടറുടെ സംഘം ഈ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങി. രാഹുലിനോ മാങ്കൂട്ടത്തിനെ ഒപ്പം ഉണ്ടായിരുന്ന പോലീസുകാരും ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടത്.